ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമിഗോസ്. ബീഫ് റൈസ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റവ് കത്തിച്ചതിന് ശേഷം കുക്കർ ചൂടായി നമുക്ക് ഇഷ്ടമുള്ള ഓയിലോ ഗീയോ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 വലിയുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകപ്പൊടി, ബീഫ് മസാല, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി ഇവ ചേർത്തിളക്കുക. 1 ഇഞ്ചി കഷ്ണം കൂടെ ചതച്ചത് ഇടുക. പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ബീഫ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിളക്കുക. ഇതിലേക്ക് വെളുത്തുള്ളി ഇടാൻ ഞാൻ മറന്നിരുന്നു. വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിനുശേഷം കുക്കർ തുറക്കുക. അരി എത്രയാണ് ഇടുന്നത് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 4 തക്കാളി അരിഞ്ഞത്, മല്ലിയില, പുതിനയില, കറിവേപ്പില എന്നിവ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അടച്ചു വെക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചിക്കൻ ഇട്ടിട്ട് വേണമെങ്കിൽ ചിക്കനും അരിയും കൂടെ ഒന്നിച്ചിട്ടാൽ മതി. ബീഫ് കുറച്ച് വേവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുത്തത്. താങ്ക് യു ഫോർ വാച്ചിങ്.